ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം പാലാഴി മഥനമാണ് വായിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 8ാമത്തെ ശ്ലോകം വരെ വായിച്ചു. പർവ്വതം പെട്ടെന്ന് പൊങ്ങി, അപ്പോൾ എല്ലാവരും സന്തോഷിച്ച് പൊങ്ങി വന്നപ്പോൾ അത് ദേവാസുരന്മാർക്ക് ക്ഷീണം സംഭവിച്ചപ്പോൾ ഭഗവാനോടെ വാസുകിക്കും ദേവന്മാർക്കും അസുരന്മാർക്കും ശക്തി പകർന്നു കൊടുത്തു. അങ്ങനെ പാലാഴിമഥനം ത്വരിതപ്പെടുത്തി. സന്തോഷമായിട്ട് അവർ വീണ്ടും അത് പാലാഴിമഥനം കടഞ്ഞു. നമുക്ക് 9ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. ഉദ്ദാമ ഭ്രമണ ജവോന്നമൽഗിരീന്ദ്ര നൈസ്തൈക സ്ഥിരതര ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധി ഗിരിശാദയ പ്രമോദാൽ ഉൽഭ്രാന്താനുനുവുർ ഉപാത്ത പുഷ്പവർഷ. ഉദ്ദാമ ഭ്രമണ ജവോന്നമൽഗിരീന്ദ്ര ന്യസ്തൈക സ്ഥിരതര ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധി ഗിരിശാദയ പ്രമോദാൽ ഉൽഭ്രാന്താനുനുർവാത്ത പുഷ്പവർഷ. ഒന്നും കൂടെ ചൊല്ലാം. ഉദ്ദാമ ഭ്രമണ ജവോന്നമൽ ഗിരീന്ദ്ര ന്യസ്തൈക സ്ഥിരതര ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധി ഗിരിശാദയ പ്രമോദാൽ ഉൽഭ്രാന്താനുനുർവാത്ത പുഷ്പവർഷ. പാലാഴി കടഞ്ഞപ്പോൾ ശക്തിയേറിയ തിരിച്ചിലിൻ്റെ വേഗം നിമിത്തം, അപ്പോൾ ശക്തിയേറിയ രണ്ട് കൂട്ടരും നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുമ്പോൾ അവിടെ തിരിച്ചിലുണ്ടാവുമല്ലോ ഈ പർവ്വതത്തിന്. അങ്ങനെ അതിൻ്റെ വേഗം നിമിത്തം മന്ധരം പൊങ്ങി പൊങ്ങി വന്നു. ഭഗവാൻ അടിക്ക് ആമയായിട്ടുണ്ട്. താഴേക്ക് പോകാതിരിക്കാൻ ഭഗവാനോടെ ആമയായിട്ട് അതിൻ്റെ മുകളിലാണ് പർവ്വതം നിൽക്കുന്നത്. അപ്പോൾ ഈ തിരിച്ചിലിൻ്റെ വേഗം കൂടെ ആയപ്പോഴത്തേക്ക് മന്ധരം പൊങ്ങി പൊങ്ങി വന്നു. അത് കണ്ട ഭഗവാൻ പർവ്വതത്തിന്മേൽ ഒരു കരപങ്കജം വച്ചു നിന്നു. കാരണം മേളിലോട്ടങ്ങ് പൊങ്ങി പോയാലും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ, പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു കൈ, ഭഗവാന്റെ ഒരു കരപങ്കജം വച്ചു നിന്നു. അപ്രകാരം നിന്ന ഭഗവാനെ കണ്ട ബ്രഹ്മാവും ശിവനും ദേവകളും എല്ലാം സന്തോഷപരവശരായി പുഷ്പവൃഷ്ടി ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്തു. കാരണം ഇത്രയും വലിയൊരു പർവ്വതത്തിൻ്റെ അടിയിൽ ഭഗവാൻ ഇങ്ങനെ ആമയായിട്ട് കിടന്ന് മുകളിലേക്ക് കൈ വച്ചപ്പോഴാണല്ലോ അറിയുന്നത്. ഭഗവാന്റെ ഒരു കരം അതിൻ്റെ മുകളിലേക്ക് വച്ചപ്പോൾ എല്ലാവരും അത് കണ്ടു. ദേവന്മാരും പിന്നെ ബ്രഹ്മാവും ശിവനും ഒക്കെ അത് കണ്ട് അവരെല്ലാം കാരണം ഇവരിങ്ങനെ നിലവിളിച്ചിരിക്കുകയല്ലേ ഈ പർവ്വതം താഴേക്ക് പോകുന്നത് കണ്ട്. അങ്ങനെയല്ലയോ ഭഗവാൻ അവരെ ആശ്വാസത്തിന് വേണ്ടി ഭഗവാൻ ആമയായി കട്ടിയുള്ള വജ്രത്തിനേക്കാൾ കടുപ്പമുള്ള അസ്ഥിയുള്ള ആമയായി എത്രമാത്രം വലിപ്പം വേണം. അങ്ങനെ ഭഗവാനോടെ രക്ഷിച്ച് കിടക്കുമല്ലേ. അപ്പോൾ ഇത് മേലോട്ട് പൊങ്ങുന്ന കണ്ടപ്പോൾ ഭഗവാന്റെ ഒരു കരം അതിൻ്റെ മുകളിലേക്ക് വച്ചു. ഇത് ആര് കാണുന്നു? ബ്രഹ്മാവും പരമശിവനും മറ്റ് ദേവന്മാരൊക്കെ കണ്ടിട്ട് അവർ സന്തോഷപരവശരായി ഭഗവാനെ സ്തുതിക്കുകയും പാടുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയല്ലയോ അത്രമാത്രം എത്ര ഒരു ആനന്ദകരമായൊരു രംഗമാത്. കാരണം താഴേക്ക് പോയൊരു പർവ്വതം മുകളിലേക്ക് പൊങ്ങണമെന്ന് കണ്ടാൽ എത്രമാത്രം സന്തോഷം ആയിരിക്കും നമ്മൾ ചിന്തിക്കണം. അവിടെ കഷ്ടപ്പെട്ട് നിൽക്കുവാണ്. താഴേക്ക് പോയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ അങ്ങനെ ഭഗവാൻ എല്ലാവരെയും കരുതുന്നൊരു ഭഗവാൻ. നമുക്കെല്ലാവർക്കും മനസ്സിലാക്കണം, നമ്മളെല്ലാം ഈശ്വരൻ നമുക്കൊക്കെ കണക്കിന് എന്താ നിസ്സാരമായ ഓരോ കാര്യങ്ങളല്ലേ നമുക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഭഗവാനെ കൊണ്ട് പറ്റാത്തതാണോ? നമ്മൾ എന്ത് വേണം? ഭഗവാനെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എല്ലാവരെയും കരുതാനുള്ള ഒരു മനോഭാവം, ഒരു കരുണയുള്ള ഭഗവാനാണ്. ദയവും കാരുണ്യവും ഒക്കെ ഉള്ളൊരു ഭഗവാൻ. അങ്ങനെയുള്ള നാരായണനെ നമ്മളെപ്പോഴും സ്തുതിക്കുകയും പ്രാർത്ഥനയും ചെയ്താൽ ഈശ്വരൻ എത്രമാത്രം നമ്മളെ സഹായിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിന്തിച്ച് നോക്കൂ. അങ്ങനെ നമ്മൾ ഭക്തി വർദ്ധിക്കണം, അതാണ് വേണ്ടുന്നത്. നമുക്ക് 10ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 10. ദൈത്യൗഖേ ഭുജഗ മുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിലാർത്തേ കാരുണ്യാൽ തവ കില ദേവവാരിവാഹ പ്രാവർഷൻ അമരഗണാൻ ന ദൈത്യസംഘാൻ. ദൈത്യൗഖേ ഭുജഗ മുഖാനിലേന തപ്തേ
തേനൈവ ത്രിദശകുലേപി കിഞ്ചിതാർത്തേ കാരുണ്യാൽ തവ കില ദേവവാരിവാഹ പ്രാവർഷൻ അമരഗണാൻ ദൈത്യസംഘാൻ. ഒന്നുകൂടെ. ദൈത്യൗഖേ ഭുജഗ മുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിതാർത്തേ കാരുണ്യാൽ തവ കില ദേവവാരിവാഹ പ്രാവർഷൻ അമരഗണാൻ ദൈത്യസംഘാൻ. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് എങ്ങനെയാ പറയാ? ഭഗവാൻ അടിയിലും മുകളിലും താങ്ങി മന്ദരത്തെ സമനിലയിൽ നിർത്തി. അങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിലും ആമയായി കിടന്നും കൊണ്ട് മുകളിലോട്ട് അത് താഴേക്ക് പോകാതെ ഭഗവാൻ അടിയിൽ കിടന്നും കൊണ്ട് എന്ത് ചെയ്ത് മുകളിലും ഒരു കരം വെച്ചപ്പോൾ സമനിലയിൽ നിർത്തണ്ടേ? മുകളിലോട്ടങ്ങ് പൊങ്ങിപ്പോകാൻ പറ്റിയ അതും പോകത്തില്ലയോ? അവിടെ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ ഇത് രണ്ടും ഒരു കരുതലായിട്ട് ചെയ്തു. അടിയിലും മുകളിലും താങ്ങി മന്ദരപർവ്വതത്തെ സമനിലയിൽ നിർത്തിയപ്പോൾ മഥനം തുടർന്നു. എന്നിട്ടല്ലേ മഥനം തുടങ്ങാൻ പറ്റൂ. അപ്പോൾ മഥനം തുടർന്ന് പോകവേ അപ്പോൾ അങ്ങനെ മഥനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന് നന്നായി മഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വന്നു? വാസുകിയുടെ മുഖത്തു നിന്നും വമിച്ച വിഷവായു തട്ടി. അപ്പോൾ അതും ഒരു നെടുവീർപ്പിട്ട് കാണും. കാരണം ഇതെല്ലാം എല്ലാത്തിനും പാടല്ലേ. അപ്പോൾ വാസുകിയുടെ വിഷമുള്ള പാമ്പല്ലേ, അതിൻ്റെ മുഖത്തു നിന്നും വമിച്ച വിഷവായു തട്ടി. ഒരു ശ്വാസം നെടുവീർപ്പിട്ട അത് പോരെ പിന്നെ അപ്പോൾ എന്ത് വന്നു? അസുരന്മാർക്ക് അസംതൃപ്തരായി. അസുരന്മാർക്കൊക്കെ തട്ടും. ആ വിഷവായു ശ്വസിച്ചപ്പോൾ അവർക്കൊക്കെ തൃപ്തികേടായി. ദേവന്മാർക്കും അല്പാൽപ്പം വിഷമത അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃപാപൂർവം എന്ത് ചെയ്തു? മഴമേഘങ്ങളെ വർഷിപ്പിച്ചു. ദേവകൾക്ക് ആശ്വാസമേകി. കാരണം ഇവിടെ ദേവന്മാർ എന്താ, അവർക്ക് അസുരന്മാരെ പോലെ അല്ലല്ലോ. എന്താ കാരണം? ഭഗവാൻ പക്ഷാഭേദമൊന്നും കാണിക്കുമല്ല. ഇവിടെ ദേവന്മാർക്ക് അപ്പം ക്ഷയമുണ്ട്. എങ്ങനെയാ? ശരീരത്തിനൊക്കെ ജരാനര വ്യാധിച്ചവരാണ് ശാപം കൊണ്ട്. അതിനാണല്ലോ ഇവിടെ അമൃതെടുക്കാനായിട്ട് ഇവിടെ കടയുന്നത്. പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അവർക്കിപ്പോൾ ശക്തി കേടുണ്ട്. അപ്പം വിഷവായുവിടെ ശ്വസിക്കുമ്പോൾ അവർ വീണു പോകത്തില്ലേ? അതുകൊണ്ട് ഇവിടെ ഭഗവാൻ അവിടെ കൃപാപൂർവം മഴമേഘങ്ങളെ വർഷിപ്പിച്ചു. ദേവകൾക്ക് ആശ്വാസമായി. എന്നാൽ അസുരന്മാരിൽ വർഷിച്ചില്ല എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. ദേവന്മാരോടുള്ള അതിവാത്സല്യം ഇവിടെ ദൃശ്യമാകുന്നു. അതിവാത്സല്യം വെച്ചാൽ നമുക്ക് തന്നെ അറിയാം. 2 കുട്ടികൾ നമുക്കുണ്ട്. ഒരു അമ്മയ്ക്ക് 2 or 3 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ. ഒരു കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ വരുമ്പോൾ നമ്മൾ ആ കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കത്തില്ലേ? ആരോഗ്യമുള്ള കുട്ടികളെ ശ്രദ്ധിക്കാതെ കൂടുതലും ആരെ ശ്രദ്ധിക്കും? ഈ വയ്യാത്ത കുഞ്ഞിനെ ശ്രദ്ധിക്കും. ഭഗവാൻ ഇവിടെ അതേ ചെയ്തോളൂ. അല്ലാതെ ഇവിടെ പക്ഷാഭേദമൊന്നും കാണിച്ചില്ല. ഇവിടെ ദേവന്മാർക്ക് പൊതുവേ എന്താ ശാപം കിട്ടി. അവർക്ക് ശക്തി കുറവുണ്ട്. ദേവന്മാർക്ക് അങ്ങനെയുള്ളൊരു വിഷമം അവർക്കുണ്ട്. അപ്പോൾ ഭഗവാൻ അറിയാം വിഷവായുടെ തട്ടി അവിടെ വീണുപോയാൽ ഇത് രണ്ടും നടക്കത്തില്ല. ഈ മന്ദരപർവ്വതത്തെ കടഞ്ഞ് അത് പിടിച്ച് നിർത്താൻ കടഞ്ഞ് അതിൻ്റെ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാരുടെ വിഷമങ്ങൾ മാറ്റാൻ ഈ വിഷവായു ശ്വസിച്ച് വീണു പോകാതിരിക്കാൻ ഭഗവാൻ കൃപാപൂർവം മഴമേഘങ്ങളെ അവർക്ക് വർഷിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് ആശ്വാസം കൊടുത്തു. ആർക്കാ? ദേവന്മാർക്ക്. അതുകൊണ്ടാണ് അതിവാത്സല്യം അവിടെ ദൃശ്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചാൽ മാത്രം നമുക്കും പിടികിട്ടും. ഇത്രയേ ഉള്ളൂ. അല്ല അവിടെ പക്ഷാഭേദം ഭഗവാൻ കാണിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ 8ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചപ്പോൾ അതിനകത്ത് ദേവന്മാർക്കും അസുരന്മാർക്കും അവർ ക്ഷീണിച്ചപ്പോൾ വാസുകയ്ക്കും ഭഗവാൻ 3 കൂട്ടർക്കും അവിടെ ശക്തി പകർന്നു കൊടുത്തതായിട്ട് നമ്മൾ അവിടെ വായിച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? ദേവന്മാർക്ക് മാത്രമേ ഇത്രയും ആരോഗ്യക്കുറവുള്ളൂ. കാരണം ദേവന്മാർക്ക് ജരാനര ബാധിച്ചതുകൊണ്ട് അവർക്ക് ശക്തികളുള്ളത് കൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. ഇവിടെ അത് അല്ലാതെ മറ്റൊന്നും പ്രത്യേക വാത്സല്യം അല്ലത്. ഇവിടെ അവർക്കത് ആവശ്യമുണ്ട് ദേവന്മാർക്ക്. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ മഴമേഘങ്ങളെ വർഷിപ്പിച്ച ദേവന്മാർക്ക് ആശ്വാസം നൽകിയത്. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ദേവന്മാരുള്ള അതിവാത്സല്യം ഇവിടെ ദൃശ്യമാകുന്നെന്ന്. അതിവാത്സല്യം ആകണമെന്നില്ല. കാരണം വയ്യായ്മ കൊണ്ടായിരിക്കാം എല്ലാം. അത് അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് തന്നെ ചിന്തിക്കാം. നമ്മുടെ മക്കളെ 4 മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് വയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവരെ സൂക്ഷിക്കും, ശ്രദ്ധിക്കും. കൂടുതൽ വാത്സല്യം അവർക്ക് കൊടുക്കും. അത്രയേ ഉള്ളൂ. നമുക്ക് 11ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 11. ഉൽഭ്രാമ്യൽ ബഹുതിമി നക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിതേപി നിർവികാരേ ഏകസ്ത്വം കരയുഗ കൃഷ്ടസർപ്പരാജ സംരാജൻ പാവനപുരേശ പാഹി രോഗാൽ.
ഉൽഭ്രാമ്യൽ ബഹുതിമി നക്രചക്രവാളേ തത്രാബ്ധൗ ചിരമതിഥേപി നിർവികാരേ ഏകസ്ത്വം കരയുഗ കൃഷ്ടസർപ്പരാജ സംരാജൻ പാവനപുരേശ പാഹി രോഗാൽ. ഉൽഭ്രാമ്യൽ ബഹുതിമി നക്രചക്രവാളേ തത്രാബ്ധൗ ചിരമതിഥേപി നിർവികാരേ ഏകസ്ത്വം കരയുഗ കൃഷ്ടസർപ്പരാജ സംരാജൻ പാവനപുരേശ പാഹി രോഗാൽ. ഇവിടെ ഭട്ടതിരിപ്പാട് എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കുന്നത്? ദേവ അസുരന്മാർ വളരെ നേരം പാലാഴി കടഞ്ഞിട്ടും ഒരു മാറ്റവും കാണാഞ്ഞതിനാൽ ഭഗവാൻ ഒറ്റയ്ക്ക് വാസുകിയുടെ തലയും വാലും 2 കൈകൊണ്ടും പിടിച്ച് പാലാഴി കടഞ്ഞു എന്നാണ് ഇവിടെ നാരായണീയത്തിൽ പ്രതിപാദിക്കുന്നത്. ഇവിടെ ഭട്ടതിരിപ്പാട് അങ്ങനെയാണ് പറയുന്നത്. കാരണം ഒത്തിരി നേരം ആയിട്ടും ഇതിനകത്ത് ഒരു മാറ്റവും കാണാഞ്ഞപ്പോൾ ഭഗവാൻ 2 കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാലാഴി കടയാനായിട്ട് വാസുകിയുടെ വാലും പിന്നെ തലയും 2 കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കടഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ജലജീവികൾ ധാരാളമായി കൂട്ടം കൂട്ടമായി പാഞ്ഞു തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിന് വളരെ നേരം കടഞ്ഞിട്ട് മാറ്റമൊന്നും കാണാഞ്ഞതിനാൽ ഭഗവാൻ 2 കൈയും നീട്ടി വാസുകിയുടെ തലയ്ക്കലും വാലിലും വലിച്ചു പിടിച്ച് ഒറ്റയ്ക്ക് തന്നെ കടഞ്ഞു. ആ രൂപത്തിലുള്ള നിന്തിരുവടി ഭഗവാനെ നാരായണ ഗുരുവായൂരപ്പ എൻ്റെ രോഗത്തിൽ നിന്നും എന്നെയും രക്ഷിക്കണമേ. ഭഗവാനെ കൊണ്ട് ഇത്രയും വലിയ ഒരു വാസുകിയെ ദേവന്മാരും അസുരന്മാരും പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഭഗവാന്റെ 2 കൈ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കടഞ്ഞപ്പോൾ അത്രമാത്രം ഉള്ളൊരു ഭഗവാനാണല്ലോ. അങ്ങനെയുള്ള നാരായണ ഗുരുവായൂരപ്പ എൻ്റെ രോഗത്തിൽ നിന്ന് എന്നെയും രക്ഷിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെ നമ്മളും ഇത് പഠിക്കുക. അതേ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളായത്. അല്ലാതെ ഭട്ടതിരിപ്പാടിന് ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഭട്ടതിരിപ്പാടിനെ ഒന്നും അല്ല ഇത് കേൾപ്പിക്കാൻ, നമുക്ക് പഠിക്കാൻ. ഭഗവാൻ ഇത്രമാത്രം ഒരു ദേവന്മാരുടെയും അസുരന്മാരുടെയും 2 സ്ഥലത്തും നിന്ന് ചെയ്യുന്ന ജോലി കാൽക്കലും അതായത് വാലിലും തലയിലും 2 കൈ കൊണ്ട് പിടിച്ച് കടഞ്ഞ് അവിടെ ഈ മഥനം തുടരാമെങ്കിൽ അങ്ങനെയുള്ള ഭഗവാന് നിസ്സാരമായ നമ്മുടെയൊക്കെ ഓരോ രോഗങ്ങളോ വിഷമങ്ങളോ മാറ്റാനാണോ പ്രയാസം? അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ നമ്മളും പറയണം, ഭഗവാനെ അത്രയൊക്കെ ഉള്ള ഒരു ഭഗവാനല്ലേ, ഈ നിസ്സാരമായ കാര്യമാണ് ഭഗവാൻ നോക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നും. പക്ഷേ ഇത് ഒന്ന് കണ്ണടയ്ക്കുന്ന പോലെ ഉള്ളൂ. അത് നമുക്കുള്ള കാര്യം ദുരിതങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ വേദനകളും നമുക്ക് എന്താ ആവശ്യം ഇതൊക്കെ ഭഗവാൻ നേടിത്തരണമേന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.